ഇവിടെ ഉമ്മാക്കേ ഈ കല്യാണത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു. ഇവിടെ നിങ്ങളെ പേര് പറഞ്ഞാണ്ട് ഇച്ചിമ്മയെ എന്നും പ്രശ്നമായിരുന്നു. അതെ അതെ, ഈ പെണ്ണിത് ഏത് ലോകത്താ? ആദി ആ ഇക്കപ്പളാ വന്നത്? ഞാൻ വന്നിട്ട് കുറേ നേരമായി. എത്ര വട്ടം വിളിച്ച്. താനിത് ഏത് ലോകത്താടോ? ഞാൻ എന്തൊക്കെ ആലോചിച്ചിരുന്നു പോയതാ. അല്ലക്കാ, എന്തായി പോയ കാര്യം? അതൊക്കെ റെഡിയാടോ. നമുക്കൊന്ന് പുറത്തു പോയാലോ? പുറത്തേക്കോ? അത് വേണോ? അതല്ലക്കാ, ഇന്ന് നിങ്ങളെ പെങ്ങള് വരുന്നുണ്ടെന്ന് പറഞ്ഞു റീനു. അപ്പൊ നമ്മള് പുറത്തേക്ക് പോകുമ്പോ വന്നോട്ടെ, അതിനെന്താ? നമുക്കേ പുറത്ത് പോയി ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഏയ് അത് വേണ്ടക്ക, നമുക്ക് ഇനി പിന്നെ പോവാം. താനെന്താടോ ഇങ്ങനെ? എനിക്കിപ്പം തോന്നുന്നു എൻ്റെ ലീവ് നീട്ടിക്കെട്ടെന്തായിരുന്നു. അതെ, എല്ലാത്തിനും കയറി മുടക്കം പറയുന്നേ. തൻ്റെ സ്വഭാവം എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. ഇക്കാക്ക് ഇപ്പം എന്താ വേണ്ടത്? പുറത്തേക്ക് പോകണം. പോവാ. ഞാൻ എന്തായാലേ ഇമ്മാനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഓക്കെ. അയക്ക റീനിനും കൂടി കൂടെ കൂട്ടിയാലോ നമുക്ക്? എന്നാ താൻ ഉമ്മാനെ ഉപ്പാനെ എല്ലാവരും വിളിച്ചോ. അല്ലടോ, താനെന്താ പൊട്ടത്തിയാണോ? ഞാൻ എന്തായാലേ ഇമ്മാനോട് ചോദിച്ചിട്ട് വരാം. എഴുതി 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 മനുഷ്യന് കയ്യൊരു വിധായി. ഈ പെരയിൽ ആരും സഹായിക്കൂല. അതിനെ കൂടെ കുറച്ച് എഴുതിപ്പിച്ചാലോ? നാത്തുവിൻ്റെ വക കുറച്ച് പണിയായിക്കോട്ടെ എന്നേ. കുറച്ച് ചെയ്യട്ടെ, അവളെ കൊണ്ട് എഴുതിപ്പിക്കണം. ഓ എന്ത് ചൂടാണോ! ഹേയ്, വെറുതെയാണ് മനുഷ്യന്മാർ കുളിച്ചത്. ചൂടൊന്ന് താന്നോട്ട് വെച്ചിട്ടാണ് കുറച്ച് നേരം വൈകി കുളിച്ചത് വെറുതെയാണ്. ഒന്നായിട്ട് വെള്ളം ഒലിക്കണം മേത്ത് കൂടെ. ഈ ഒന്നാമത് ഈ മഴ ഇങ്ങനെ തൂങ്ങി നിന്നിട്ടാണ്. റീനുവാ ഒന്ന് വിളിച്ചു നോക്ക് ഉപ്പാക്ക്. ഇപ്പൊ എവിടെയെന്ന് ചോദിച്ചിട്ട് താത്താനെ കൊണ്ടുവരാൻ പോണല്ലോ, ഒന്ന് വിളിച്ചു നോക്കേ റീനുവാ. ഓ പിന്നെ അവൾ ആരാന്നല്ല, രാജാത്തിയാണല്ലോ. അവളങ്ങനെ പോയി വിളിക്കാൻ വാണി കൊണ്ട് വന്നോട്ടെ. ഞാൻ വിളിക്കൂല ഉപ്പാക്ക്. ഇനിയിപ്പോൾ അവളും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഉമ്മാക്ക് ഇന്നെ തീരെ കണ്ണാണൂല. കിലോ ചാട തിണ്ടിയാണ്. റീനുവാ, എന്താ പെണ്ണേ? ഞാൻ പറഞ്ഞത് കേൾക്കണില്ല എനിക്ക്. ഉപ്പാക്കൊന്ന് വിളിച്ചു നോക്ക്. ഇപ്പാണെങ്കിലോ അങ്ങാടി പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂല. എല്ലാരോടും വർത്താനം പറഞ്ഞും കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വരുള്ളൂ. തീരെ ഇവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോയാൽ ഇങ്ങോട്ട് വരൂല. ഞാനാണെങ്കിൽ താത്താനോട് പറഞ്ഞും ചെയ്ത് ഇപ്പൊ വരും കൊണ്ടുവരാനേന്നുള്ളത്. റീനുവാ, ഇത് കേൾക്കണില്ലേ ഞാൻ പറഞ്ഞത്? ഈ പെണ്ണിത് എന്താ അവിടെ കാട്ടണത്? അമ്മ കേട്ടിക്കണേ. അല്ലെങ്കിൽ ഇപ്പേ അവളെന്തിനാ ഇങ്ങനെ വിളിക്കാൻ പോണ്ട ആവശ്യം? അവൾക്ക് സ്വന്തമായിട്ട് കാറുള്ളേ, സ്റ്റാറ്റസ് കൂടിയ ആളല്ലേ. അവൾക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഇപ്പൊ അവളങ്ങോട്ട് വിളിക്കാൻ പോണ ആവശ്യമുണ്ടോ? ഓ പിന്നെ വിളിക്കാൻ പോണം പോലെ, വേറെ പണിയൊന്നുമില്ല. ഞാൻ പനോട് ഇറങ്ങി പോണ്ടെന്നുള്ളത് എല്ലാം. കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണിനെ അവിടെ നിന്നാ പോരെ. ഇനി പാവയ്യ ആദ്യമായിട്ട് ഇങ്ങോട്ട് ഇടങ്ങറാക്കാനാണ് ഈ വരവ്. ഏതാ മുതൽ നിൽക്കറിയാം കല്യാണത്തിന് വരാതെ. കുറവല്ല പെണ്ണിന്. സ്വന്തം ആങ്ങളുടെ കല്യാണത്തിന് സ്റ്റാറ്റസ് പോരാന്നിട്ട് വന്നില്ല. ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഈ പെരയ്ക്ക് കയറി വരാൻ ഇനി ഒരു പറച്ചിലാവും. നിന്റെ പെരയാണ്, എപ്പോ വേണമെങ്കിലും കയറി വരാ. ഇതാർക്കും തീരെ എഴുതി കൊടുത്തിട്ടില്ല. അഹങ്കാരം കണ്ട് കാണുമ്പോൾ ഒരു കുത്തണ്ട് കൊടുക്കാൻ തോന്നും. സ്വന്തം താത്തായി പോയി. എല്ലാന്നുണ്ടെങ്കിൽ എന്നാ ഞാൻ ചവിട്ടിക്കുട്ടി കിണറ്റിലിട്ടിയത്. റീന അല്ല റീന, അനക്കെന്താ താനോട് ഇത്രക്ക് ദേഷ്യം? ഒന്നല്ലെങ്കിൽ എന്റെ ചോരല്ലേ. ഈ പറഞ്ഞമാർക്ക് കാര്യമില്ലാതെ ഇന്റെ കുട്ടിനോടോളം ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടാണ്. എന്നോട് പോയി വിളിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാന് ഇപ്പാകൊന്ന് വിളിച്ചു നോക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ പറച്ചിലൊക്കെ കേട്ടാ തോന്നും ഞാൻ എന്നോട് പോയി വിളിക്കാൻ പറഞ്ഞിട്ടാനേന്നുള്ളത്. അയ്യടാ, ഇനി ഇമ്മ എന്നോട് വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ വിളിച്ചു കൊണ്ടുവൂല. ഇമ്മാന്റെ അഹങ്കാരം പിടിച്ച മകളെ എന്ത് ചോടാണെന്നറിയാം. ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ വരവിലെ അവളൊരു ചുരിദാർ ഇട്ടേന് അവൾ എന്തെന്നോട് പറഞ്ഞത്? ഓ റിനു, അത് ഇടല്ലട്ടോ, അതിന്റെ മുത്ത് കൊഴിയുള്ളൂ. അത് അത്രയും വില പിടിപ്പുള്ളതാണ്. എനിക്ക് ഇഷ്ടത്തോടെ വാങ്ങി തന്ന ചുരിദാറായിന്ന്. എന്താണോ അഹങ്കാരം ചാടത്ത.
ഇന്റെ കുട്ടിക്ക് അഹങ്കരിക്കാൻ മാത്രം ഉള്ളതുണ്ട് ഓളെ കയ്യില്. ഓ അല്ലേ ഇപ്പൊ അനക്കും എന്റെ അഫ്സൽക്കാക്കും തീരെ അഹങ്കാരമില്ല. ഓ ഇമ്മാന്റെ മകളെ അത്രക്കില്ല. ഇല്ല എന്നോടാ കളി. ഈ ഒരു പെൺകുട്ടി ഇത് ഒന്നും മിണ്ടാ നിക്കുമ്മ. ഞാൻ ഉപ്പാക്ക് വിളിക്കട്ടെ, അല്ലെ ഞാൻ ഇപ്പൊ കട്ടാക്കുട്ടാ. ഓ മകളെ കൊണ്ടുവരാൻ പോകും വേണം. എന്റെ ഉപ്പാക്ക് ഞാൻ തന്നെ വിളിക്കും വേണം. മകൾ കണ്ട് വിളിച്ചൂടെ? ആ അല്ല ഇപ്പ പിന്നെ ഇമ്മങ്ങളോടെ ഇത്താൻ എപ്പോഴാ കൊണ്ടുവരാൻ പോണേന്ന്? ആ ആ അല്ലപ്പാ നിങ്ങളെവിടെയാണ്? ആ ആയിക്കോട്ടെ, ആ ഞാൻ പറഞ്ഞോളാം. എന്താ പറഞ്ഞത് ഇപ്പാ? വൈകുന്നേരാണ് വിളിക്കാൻ പോണത് ന്ന്. ഇപ്പ അങ്ങാടിയിലുണ്ട് ന്ന്. ഇപ്പൊ സമാധാനായി ഉമ്മാക്ക്? ഓ ഇതാദ്യം രാവിലെ തന്നെ ഇന്റെ കുട്ടി വരണുണ്ട് ഇപ്പൊ വിളിക്കാൻ പറഞ്ഞിരുന്നു. ഇപ്പാനോട് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇപ്പേ ഇന്റെ വാക്ക് കണ്ടേ ഇവിടെ നിൽക്കും. അപ്പൊ ഇത്താന്റെ വണ്ടി എടുത്ത് കണ്ടേ ഇങ്ങോട്ട് വരാൻ പറയും. പിന്നെ പാവല്ലേ, സ്വന്തം എത്തല്ലേ വെച്ചിട്ടാണ് ഞാൻ ഇപ്പാനോടൊന്നും പറയാത്തത്. ഇമ്മാളുടെ ഒരു മോളും. ഇമ്മ ആ അതുമ്മ ഇക്ക ട്രാവൽസ് വന്നിക്കണ്. പോയ കാര്യങ്ങളൊക്കെ ശരിയായി എന്ന് പറഞ്ഞ്. പിന്നെ ഇക്ക പറഞ്ഞ് പുറത്തേക്കൊന്ന് പോവാന്ന്. ഞങ്ങൾ പോയിട്ട് വരട്ടെ. ഈ ആദ്യക്ക് വേറെ പണം നീയെ പുറത്ത് പോണേന് എന്തിനും ഉമ്മാനോട് ചോദിക്കണം. നല്ല അമ്മയാണ് പറഞ്ഞയച്ച. അതിനെന്താ മോളെ പോയിക്കോ. അതിനൊക്കെ ഉമ്മാനോട് ചോദിക്കണം എന്നുണ്ടാ. നല്ല കഥ ആയിപ്പോയി. ആ മോളെ ഇമ്മ എപ്പോഴാണ് ഈ കാര്യം ഓർത്തത്? ഇന്ന് എൻ്റെ മൂത്ത നാത്തവും വരുന്നുണ്ട്. ഓള് ഇവിടെ വരുമ്പോളേ ഇൻ്റെ ആൾ ഇവിടെ ഇല്ലാച്ചാലേ മോശല്ലേ. ഇനിയിപ്പൊ ഇന്ന് പോണ്ട, നാളെ മറ്റന്നാളെങ്ങാനും പോവാ. അഫ്സൽ അറിഞ്ഞിക്കണല്ലോ ഓൻ്റെ പെങ്ങളിൽ നിന്ന് വരുന്നത്. എന്നിട്ടാണോ ഓൻ പോവാൻ നിക്കണത്? ആ മോള് പറഞ്ഞതാവൂലേ ഓനോട് നമുക്കൊന്ന് പുറത്ത് കറങ്ങിയിട്ട് വരാന്നുള്ളത്. ഞാൻ ഇപ്പോഴാണ് അത് ആലോചിച്ചത്. അല്ലമ്മ ഇക്ക പുറത്തുനിന്ന് വന്നപ്പോ എന്നോട് പറയേ നമുക്കൊന്ന് പുറത്ത് പോവാന്നുള്ളത്. അല്ലാതെ ഞക്കാനോട് പറഞ്ഞതൊന്നല്ല. മോള് പേടിച്ചിട്ടാണ് എല്ലാന്ന് പറയണെന്നുള്ളതേ ഇമ്മാക്ക് അറിഞ്ഞൂടെ, ഇക്കിന്റെ അഫ്സലിനെ അറിഞ്ഞൂടെ. ഓനക്ക് അങ്ങനെ പുറത്തേക്ക് പോണൊന്നും ഇഷ്ടം തന്നെ അല്ല. ഓനക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കണം. എന്തിനാ പറയണത്? പുറത്തൊന്ന് കൂട്ടുകാരന്മാരെ കൂടെ പോകും കൂടില്ല. അങ്ങനത്തെ കുട്ടിയാണ്. ഇനി പിച്ച് പറഞ്ഞിക്കണെങ്കിൽ ഉമ്മാക്ക് കുഴപ്പമില്ലേ. ഇന്ന് പോണ്ടാന്നല്ല പറഞ്ഞത്. ഇന്ന് ഓള് വരുമ്പോളേ മോശമല്ലെന്ന് പോണത്. നാളെ മറ്റന്നാളെ അല്ലെ ഇനിയിപ്പോ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി. അല്ല ഇപ്പൊ പുറത്ത് എന്തൊക്കെ ഇങ്ങനെ പോയിട്ട്. മോള് ചെന്നിട്ടേ അഫ്സലിനോട് ചെന്ന് പറഞ്ഞാളാ ഇന്ന് പോണ്ട, നമുക്ക് പിന്നെ ഒരിക്കൽ പോവാന്നുള്ളത്. ഇനി ഞാൻ പറഞ്ഞെന്ന് ചെന്ന് പറയാൻ നിക്കണ്ട കേട്ടോ. ഈ ചോനോട് കാര്യം പറഞ്ഞാൽ മതി. താത്ത വരുന്നുണ്ട്, അപ്പൊ ഇന്ന് പോണത് മോശമല്ലേ എന്ന് ചോദിച്ചു കണ്ടേ അങ്ങനെ പറഞ്ഞാൽ മതി. ഇനിയിപ്പോ ഞാൻ പോണ്ടാന്ന് പറഞ്ഞിക്കണൊന്നും അത് അച്ഛക്ക് വള്ളി പുള്ളി തെറ്റാതെ അവനോട് പറഞ്ഞു കൊടുക്കണ്ട. വെറുതെ എന്തിനാ കുടുംബത്തിന്റെ ഉള്ളില് ഉമ്മാനും മക്കളും തെറ്റിച്ചിട്ട് എന്ത് കാര്യം കിട്ടാനാ? ഒരു കാര്യം കിട്ടൂലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല എനിക്ക്? ആ പിന്നെ മോളെ ഇന്റെ ആളിങ്ങനെ എപ്പോഴും പുറത്ത് പോണം നനങ്ങാണ്ടേ ഇന്റെ കുട്ടിനെ ബുദ്ധിമുട്ടിക്കരുതിട്ടാ. അവനക്ക് ഇടങ്ങറാവും. ഇജ്ജ് ചോദിക്കുമ്പോ കൊണ്ടാവാതിരിക്കില്ല ട്ടാ. പിന്നെ ഇവിടുത്തെ ഉപ്പാക്കേ ഇങ്ങനെ ഈ പുറത്ത് പോണോന്ന് ഇഷ്ടല്ല, മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ പോണം നനങ്ങാണ്ടേ ഇന്റെ കുട്ടിനിട്ടുകാണ്ട് ഇങ്ങനെ ഇടങ്ങറാക്കരുതിട്ടെ ജി. ഇല്ലമ്മ ഞാന് പുറത്തേക്കൊന്നും പോണില്ല. ഇനി ഇക്കാനോട് ഞാൻ പറഞ്ഞതല്ല, ഇക്കം കണ്ട് എന്നോട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു കൊടുക്കാനോട്. അവളൊരു പുറത്തോക്ക്. കല്യാണം കഴിഞ്ഞിട്ട് 4 ദിവസം 5 ദിവസം ആവണുള്ളൂ. ഇതിൻ്റെ അടുക്കോക്ക് ഇനി കെട്ടിലുമ്പോ ചാമ്പ ഞാൻ എൻ്റെ കൂടെ ഒന്ന് കറങ്ങാൻ പോകണം, ഈ കുട്ടിൻ്റെ പൈസ ചെലവാക്കാനായിട്ട്. ഇമ്മ ഇത് കുറച്ച് ഓവറാണ് ട്ടാ. ഇതെങ്ങാനും അഫ്സലൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും. അനക്കിപ്പോ എന്താ വേണ്ടത് റീനോ? എന്റെ പുന്നാര താത്താനോടെ ഇന്ന് പോണ്ടാന്നല്ലേ ഞാൻ പറഞ്ഞത്. അല്ലാതെ തീരെ കൊടുത്ത് പടി പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് പോണ്ടാന്ന് പറഞ്ഞിട്ടേ പിന്നെ എന്തൊക്കെ വർത്താനമ്മ അതിനോട് പറഞ്ഞത്? ആ പാവം ഒന്നും മിണ്ടണിയാന്ന് കരുതിയിട്ടേ അതിന്റെ മെക്കിട്ട് വല്ലാതെ കയറാൻ നിക്കണ്ടമ്മ. എല്ലാം വെറുതെ അതിന്റെ നെഞ്ഞത്തേക്ക് കയറിന്. അഫ്സലിക്ക് ഇഷ്ടപ്പെട്ട് കൊടുന്ന പെണ്ണല്ലേ. നമ്മക്ക് അന്ന് പറഞ്ഞുകൂടായിന്നാ വേണ്ടാന്നുള്ളത്. എല്ലാ പാവ അതിനെങ്ങനെ ഇതാക്കണം? എന്തിനാണ് അങ്ങോട്ട് വന്ന അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കണം ഉമ്മക്ക് അതിനോടുള്ള പെരുമാറ്റം. ഇന്ന് അതിനെ 4 മണിക്ക് നീപ്പിച്ചില്ലമ്മ. എന്നിട്ട് ഇപ്പൊ രാവിലെ ചോദിക്കണ്
എന്തിനാ അത് രാവിലെ തന്നെ 4 മണിക്ക് നീച്ചിക്കണെന്നുള്ളത്? അതിന് മാത്രം വലിയ പണിയാണല്ലോ ഇവിടെ. ഒന്നരാടം തുടക്കണ പെരയിൽ എന്നും തുടക്കുന്നു പറയുന്നത് അതിനെക്കൊണ്ട് തുടപ്പിച്ചിക്കണ്. ഇതൊക്കെ കുറച്ച് ഓവറാണ്. അതിനിങ്ങോട്ട് വേലക്കാരിയായിട്ട് കൊടുക്കുന്നൊന്നല്ല കേട്ടമ്മ. എല്ലാം ഇമ്മാൻ്റെ മകളൊരു സ്റ്റാറ്റസും പണം നോക്കി നടന്നോളി. അവസാന കാലത്തിലെ ഈ പണം ഉണ്ടാവില്ല, സ്റ്റാറ്റസും ഉണ്ടാവില്ല. പറയാൻ പറ്റില്ല, ഈ ആദ്യത്തന്നെ ഉമ്മക്ക് ഉണ്ടാവുള്ളൂ. അതുപോലെ ഉമ്മ എന്താ ആദ്യത്താനോട് പറഞ്ഞത്? ഇക്കാക്ക് പുറത്തേക്ക് പോണത് ഇഷ്ടം തന്നെ അല്ലാന്ന്, ആളകത്ത് തന്നെയാണെന്ന്. 1 മാസത്തെ ലീവിന് വന്നിട്ടുണ്ടെങ്കിൽ 29 ദിവസം കൂട്ടുകാരന്മാരെ കൂടെ കൂടിയിട്ട് ആള് പുറത്താണ്. ആ ഇക്കാനെ പറ്റിയിട്ടാണ് ഉമ്മ പറഞ്ഞത് ഇക്കാക്ക് പുറത്ത് പോണത് ഇഷ്ടമല്ല എന്നുള്ളത്. നല്ല സാധനമാണ്. കൂടുതലും ഉമ്മേ അതിനോട് അങ്ങണ്ടേ കയർത്ത് സംസാരിക്കാനും അമ്മായിമ്മ പോരും എടുക്കാനും നിന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പാട്ടിനാണ്ട് പോകും. ഞാൻ അറിഞ്ഞിടത്തോളം ഉണ്ടല്ല, ആദ്യക്ക് വേറൊരു മുഖമുണ്ട്. ഈ ഓണം മുട്ടിയ ചേരിയും കടിക്കുന്ന പറഞ്ഞ സ്വഭാവമില്ലേ, ആ സ്വഭാവമാണ് നിങ്ങളെ മരുമക്ക്. ഓണം മുട്ടിയുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു തലക്കും എല്ലാം. ഒരു കാര്യം ആലോചിച്ചാൽ മതി, ഒരാണിൻ്റെ അടുത്ത് നിന്നിട്ട് അത് ജീവിതത്തിൽ അനുഭവിക്കേണ്ടതിനെക്കാട്ടി കൂടുതൽ അനുഭവിച്ചിട്ടാണ് ആ പെൺകുട്ടി ഇങ്ങോട്ട് വന്നിക്കുന്നത്. അത് അഫ്സലിക്ക് എല്ലാ കാര്യവും അറിഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്. നിങ്ങളെ മോനല്ല അതിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണത്. ഇത് നിങ്ങളെ മോനക്കില്ലാത്ത കേടം നിങ്ങൾക്ക്. മക്കളെ ജീവിതം നന്നാവാനാണ് ഉമ്മ നോക്കല്. ഇമ്മ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ് കേട്ടാ. ഈ പറഞ്ഞ ഞാനായാലും ഏത് പെണ്ണായാലും ഇപ്പം അങ്ങനെ എപ്പോഴും പറയണ്ടല്ല, എൻ്റെ മൂത്ത മകൾ നല്ല സ്റ്റാറ്റസ് ഉണ്ട്, പൊന്നു പോലെ നോക്കുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയണ്ടല്ല. ഇനി ഒരു കാര്യം പറഞ്ഞിട്ട്, ചില സമയത്തെ അളിയനിക്ക് എൻ്റെ തൻ്റെ സ്വഭാവം തീരെ പിടിക്കണില്ല. ഇവിടെ തെറ്റി വന്ന് നിൽക്കാത്ത ആളെന്നല്ലല്ലോ ഉമ്മാൻ്റെ മോള്. ഓരോ പ്രശ്നത്തിനും ഇവിടെ വന്നുകൊണ്ട് തെറ്റി നിൽക്കലില്ലേ. ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഈ പെണ്ണിൻ്റെ ജീവിതം പോലത്തെ ജീവിതേ ഇമ്മാൻ്റെ മകൾക്ക് വരാനൊരു നിമിഷം മതി എന്നുള്ളത് കേട്ടോ. വല്ലാതെ അങ്ങോട്ട് അഹങ്കരിക്കണ്ട. ഇമ്മപ്പേ ഇത്താൻ എന്തിനങ്ങോട്ട് വിളിച്ചു വരുത്തണെന്നുള്ളതേ ഇക്ക അറിയാഞ്ഞിട്ടൊന്നല്ല, ഞാൻ അത്രക്ക് വലിയ പൊട്ടത്തിയൊന്നല്ല. ഇന്നിപ്പം ഞാനും പറഞ്ഞിട്ടുള്ള അതിനെ പറ്റിങ്ങാണ്ട്. കല്യാണത്തിന് വരാതെ ഇത്തെന്തിനപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണേന്നുള്ളത്. അവൾക്ക് സ്റ്റാറ്റസിന് ചേരൂലല്ലോ. ഈ സ്റ്റാറ്റസിന് ചേരാത്ത ആദ്യൻ്റെ കൂടെ നിൽക്കാൻ അവൾക്ക് പറ്റുമോ? വല്ലാന്ന്. അപ്പൊ അതിനൊരു കാരണം ഉണ്ടാവും, ഓളെ പേരും കൂടി അല്ലേ എന്നുള്ളത്. ഇമ്മ കൂടുതൽ ഇത്താനും കൂടി കൂട്ടിയിട്ടേ അതിൻ്റെ മെക്കെട്ട് കയറാനാണ് പാവുന്നുണ്ടെങ്കിൽ അഫ്സലിക്ക് അതിനും കൂടെ ഇങ്ങോട്ട് പോവും. പറഞ്ഞില്ലാന്ന് വേണ്ടട്ടാ. അപ്പൊ ഉമ്മാക്കേ ഇമ്മാൻ്റെ മകനും നഷ്ടപ്പെടും, മരുവോളും നഷ്ടപ്പെടും. ഇല്ലേ, മൂത്ത മോള് എന്നും ഉമ്മാൻ്റെ കൂടെ ഉണ്ടാവുന്നുള്ള ചിന്ത വേണ്ടട്ടാ. എപ്പോഴും ഏത് നിമിഷം കണ്ട മറന്ന ആളാണ്. പിന്നെ ഞാൻ ഇന്നൊരുത്തം കെട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും. ഞാൻ നോക്കുന്നു ഈ അമ്മാനെ എല്ലാം. ഇങ്ങനത്തെ സ്വഭാവമുള്ളമാരെ ഒരു മക്കളും നോക്കൂല. അല്ലേ, ഞാൻ ഇപ്പം എന്ത് ചെയ്തിട്ടാണ് ജി ഇങ്ങനൊക്കെ പറയണത്? പിന്നെ ജേ മേഘേ ആ എഴുതി തീരാളൊക്കെ എഴുതി തീരാൻ നോക്ക്. കല്യാണമായിട്ട് 2-3 ദിവസം കോളേജിലേക്കൊന്നും പോയിക്കല്ല. നാളെ മുതൽ കോളേജിൽ പോകാൻ നോക്കാം, എഴുതി ഫുള്ളാക്കിയിട്ട്. ഈ പോക്ക് പോവാണെങ്കിൽ മിക്കവാറും ഇപ്പാൻ്റെ അടുത്ത് ഉമ്മാക്ക് നല്ലോണം കേൾക്കും. ഇതുവരെ ഇപ്പം മന ചീത്ത പറയാത്തൊരു മനുഷ്യനായിരുന്നു. എല്ലാം പാവം ആദ്യം അതിന് നല്ലോണം വിഷമമായിട്ടുണ്ടാവും. ഏതൊരു പെണ്ണും ആഗ്രഹിക്കണമല്ലേ സ്വന്തം ഭർത്താവിൻ്റെ കൂടെ പുറത്തൊക്കെ പോകണം എന്നുള്ളത്. ഇമ്മത് അതിനൊന്ന് ബോൾഡാക്കിയേ പറ്റുള്ളൂ. പോയോക്കട്ടെ. ഇനി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എന്തെന്നാ പറയല്? ആളിപ്പോൾ പുറത്തൊക്കെ പോവാന്ന് വെച്ചും കണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ ചെയ്യൽ? ഇമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടാണ് ഇക്കാനോട്. ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. ഇതിപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് സമാധാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല തോന്നുന്നു. ഞാൻ അന്നേ പറഞ്ഞാണ് എല്ലാവരോടും എനിക്കൊരു വിവാഹ ജീവിതം വേണ്ട എന്നുള്ളത്. എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ച് പോയിക്കോളാന്നുള്ളത്. അപ്പം മൂത്തമ്മാക്കും മൂത്താപ്പാക്കും ഇമ്മാക്കും വീണ്ടും ഈ നരക്കത്തിൽ കൊടുന്നിടാൻ വേണ്ടിയിട്ട് ആദ്യം അറിഞ്ഞ വാടി എൻ്റെ ഇത് കഴിഞ്ഞാ എഴുത്ത് കഴിഞ്ഞാ? എഴുത്തൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് എഴുതാൻ. ഇന്നൊന്ന് ഹെൽപ്പ് ചെയ്യണേ. വിഷമായാതിക്ക് സങ്കടം എന്തിന്? ഏയ് സങ്കടമൊന്നുമില്ല. ഇമ്മ പറഞ്ഞതിൽ ഇപ്പം തെറ്റൊന്നുമില്ല. ഇത്ത വരുമ്പോൾ പോണ്ടെന്നല്ലേ പറഞ്ഞത്, ഇതിലിപ്പോൾ വലിയ തെറ്റൊന്നുമില്ലടി. ഇവ അഫ്സലൊക്കെ അവിടെ ആദ്യേ ഇക്ക ബാത്റൂമിലുണ്ടടി. ഓ ബാത്റൂമിലല്ലേ? ഞാൻ ആദ്യേ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം.
ഇക്ക് നേരൊന്നുമില്ല, ഇനി ഒരുപാട് നോട്ട് എഴുതാണ്ട്. അതിൻ്റെ ഇടക്ക് വന്നുങ്ങാണ്ടേ ഞാനൊരു ഉപദേശം തരാമെന്ന് വിചാരിച്ച്. മോളെ, നീ ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിലേ ഈ ചെണ്ടമ്മ എന്നും കൊള്ളിയോണ്ട് ഇങ്ങനെ അടിക്കൂലേ, അതുപോലെ ആവും. ഈ ചെണ്ടായി മാറണ്ടേ കേട്ടാ. അടിക്കണവരെന്നും അടിച്ചുകൊണ്ടിരിക്കും. കൊള്ളാനേ റെഡിയായി നിൽക്കേണ്ടി വരും കേട്ടാ. കുറച്ചൊക്കെ ബോൾഡ് ആവണം കേട്ടോ. എൻ്റെ ആങ്ങളുടെ വൈഫ് റിനോ മിണ്ടാതെ നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ത വരണ ഏതാണ് ഇമ്മ അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ എനിക്കുമ്മ പറഞ്ഞതിൽ തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഉമ്മ പറഞ്ഞ് ഇക്കാനോട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞതല്ല ശരിക്കും ഇക്കാനോട്. ഇക്ക ട്രാവൽസ് നിന്ന് വന്ന പാട് എന്നോട് പറഞ്ഞതാണ് നമുക്ക് പുറത്തേക്ക് പോവാന്നുള്ളത്. പിന്നെ എനിക്കത് ഉമ്മാനെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണ്ടെന്ന് അറിയില്ല. ആയിക്കോട്ടെ, ആദ്യൻ്റെതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ശരിയാണ്, ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ. പറയേണ്ടടുത്ത് പറയണം, മിണ്ടാതിരിക്കേണ്ടടുത്ത് മിണ്ടാതിരിക്കണം. അത് സാരല്ലടി, എനിക്ക് വിഷമമൊന്നും ആയിട്ടില്ല. ഞാൻ പറഞ്ഞോണ്ടിരിക്കാനോട് ഈ അത് വീട്. ഇപ്പം അത് പറയാനാണ് എഴുതുന്നോടത്ത് നിങ്ങോട്ട് വന്നത്. പോയി എഴുതാൻ നോക്ക്. ഇപ്പം നാളെ ക്ലാസ്സിൽ നോട്ട് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ നിന്ന് പുറത്ത് പോകേണ്ടി വരും. എടി, ഈ എൻ്റെ ഉമ്മാനെയും എൻ്റെ താത്താനൊന്നും സപ്പോർട്ട് ചെയ്യാതെ ഇന്നും വന്ന് സപ്പോർട്ട് ചെയ്തിട്ടേ ലാസ്റ്റ് നാത്തൂനും ഒറ്റ കെട്ടാന്ന് പറഞ്ഞിട്ടേ പിന്നെ എന്നോടാവട്ടെ എല്ലാവർക്കും ശത്രുത. എന്തിനാ മോളെ? ഇത്തൊരു കാര്യം പറയട്ടെ. വേണ്ട, ഈ നെത്താന്ന് വിളിക്കണ്ട, ഈ നാദീന്ന് വിളിച്ചാൽ മതി. എൻ്റെ ഇടക്കത്തെ സംസാരം കാണുമ്പോഴേ എനിക്കേ ഇന്നെക്കാട്ടി മെച്യൂരിറ്റി ഉണ്ടെന്ന് തോന്നിപ്പോ. ഞാൻ ഒരു കാര്യം പറയട്ടെ എടി, നമ്മളമ്മക്കേ നല്ലോ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും ഇക്കാൻ്റെ കല്യാണം വലിയ കല്യാണമാക്കി കഴിക്കാൻ. പിന്നെ ഒന്നാമത് ഞാനൊരു സെക്കൻഡ് മാരേജും കൂടി അല്ലേ. എന്താ പറയല്, ഇമ്മാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാവും. അതിൻ്റെതായ ഒരു ചെറിയൊരു പിണക്കാണ് ഉമ്മാക്ക്. ഞാൻ എന്നോടിപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ എന്നോട് പിണക്കുണ്ടായിരുന്നു എന്നുള്ളത്, അതേപോലത്തെ ഒരു പിണക്കായിരിക്കും. അത് മാറൂടേ. ഒന്ന് പോവണം അവിടുന്ന്. ഇതിൻ്റെ അവനെക്കാട്ടി കഷ്ടമാണ് കേട്ടോ. എൻ്റെ അവ ഇന്നെ പോലെയാണ്. എന്താ പറയണ്ടേ ഏതാ പറയണ്ടെന്നുള്ള ലെക്കും ലെവലൊന്നും ഉണ്ടാവില്ല. അങ്ങോട്ട് പറയും, പിന്നെയാണ് ആലോചിക്കുക ഞാൻ അങ്ങനെ പറയണോ, ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റാണോ എന്നൊക്കെ. അതുപോലെ ആവരുത് കേട്ടാ. അല്ലെങ്കിലേ ആദിൻ്റെ അവക്കും ഇക്കും ബുദ്ധി ഉണ്ട്, ആദിക്ക് ബുദ്ധി ഇല്ല. ഈ ഇപ്പൊ എഴുതുന്നോടത്തുനിന്നേ ഇക്ക് വിഷമയിക്കണ വെച്ചിട്ട് വന്നതാണല്ലേ. എനിക്ക് യാതൊരു വിഷമമില്ല. ഇക്കാനോട് ഞാൻ പറഞ്ഞതാണ് പോണ്ടാന്നുള്ളത്. അപ്പൊ ഇക്ക തന്നെയാണ് എന്നോട് നിർബന്ധിച്ചിട്ട് പോവാന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ അമ്മാനോട് ചോദിച്ചതാണ് ഇത്ത വരുന്ന കാര്യം. ഞാനത് അങ്ങോട്ട് ഇക്കാനോട് പറഞ്ഞതാണ്. പക്ഷെ ഇക്കാക്ക് എന്ത് ചെയ്യാണ്, എൻ്റെ ആങ്ങളല്ലേ വാശി കുറച്ച് കൂടുതലാണ്. ആങ്ങളോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്, ഇമ്മാതിരി വാശിയൊന്നും കാട്ടരുത് എന്നുള്ളത്. ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ച്. ഞാൻ ഒന്നും പറയണില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഓവറായിട്ട് ഇങ്ങനെ എന്താ പറയല്, എന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. കാര്യത്തിന് നമ്മൾ സംസാരിക്കണം. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ശരിയാണെന്ന് വെച്ച് കണ്ട് അതിൻ്റെ പിന്നാലെ നടക്കാൻ നിൽക്കരുത്. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. ഞാൻ നാളെ കുറച്ചും കൂടി എഴുതാണ്ട്, പോയി എഴുതട്ടെ. ചെല്ലേ എൻ്റെ കുട്ടി പോയി എഴുതാൻ നോക്കുക. പിന്നെന്താ പറഞ്ഞത്, ഇക്കാക്ക് വാശി കൂടുതലാന്നല്ലേ? ഇക്കാൻ്റെ വാശിയെ മോള് കാണാൻ കിടക്കണുള്ളൂ. ഇക്കാൻ്റെ വാശിയും ദേഷ്യവും ഒക്കെ.